പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇതുപോലത്തെ ഇരുമ്പിൻ്റെ പാത്രം ക്ലീൻ ആക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. 2 ടൈപ്പിൽ നമുക്ക് ഈ പാത്രം ക്ലീൻ ആക്കി എടുക്കാം. ചെറിയ തുരുമ്പൊക്കെ ഉള്ളെങ്കിൽ നമുക്കിത് അടുപ്പയിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെറിയൊരു നാരങ്ങ കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല നാരങ്ങയൊന്നും എടുക്കണമെന്നില്ല. കേടുവന്ന് നമ്മൾ മാറ്റിയിട്ടേക്കണം നാരങ്ങ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കുറച്ച് തുരുമ്പായിട്ടുള്ള ഭാഗത്തേക്കൊക്കെ നന്നായിട്ട് നമ്മൾ ഉരച്ചു കൊടുക്കണം. ഉരച്ചു കൊടുക്കുമ്പോൾ തന്നെ കുറച്ച് നേരം ഇത് ഇങ്ങനെ തിളയ്ക്കുമ്പോൾ തന്നെ സൈഡൊക്കെ ക്ലീൻ ആവും. ചെറിയ തുരുമ്പൊക്കെ ആണെങ്കിൽ നല്ലതായിട്ട് വെളുത്ത് വരും പാത്രം. എന്നിട്ട് നമുക്ക് കഴുകിയിട്ട് തുടച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഒന്നും കൂടെ അടുപ്പിൽ വെച്ച് ചൂടാക്കുകയോ ചെയ്തിട്ട് നന്നായിട്ട് എണ്ണ തടവി കൊടുക്കണം. ഫ്രണ്ടിലും ബാക്കിലും എണ്ണ തടവി കൊടുത്തിട്ട് നമ്മളിത് എവിടെയെങ്കിലും തൂക്കിയിടുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ കമത്തി വെച്ച് കഴിഞ്ഞാൽ തുരുമ്പിക്കും. ഇപ്പോൾ ഈ ഇങ്ങനത്തെ പാത്രത്തിനൊന്നും തൂക്കിയിടാനായിട്ട് കൊളുത്തൊന്നും ഉണ്ടാവില്ലല്ലോ, ഹോളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിന് ഞാൻ തന്നെ ഒരു നമ്മൾ ഹുക്കില്ലേ, അങ്ങനത്തെ ഹുക്ക് ഒരെണ്ണം അതിലേക്ക് ഹോളിട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തൂക്കിയിടാൻ. ഇതിപ്പോൾ ചെറിയ തുരുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കളയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ സാൻഡ് പേപ്പർ എടുക്കുക. സാൻഡ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ഈ തുരുമ്പിച്ച പാത്രം ഒന്ന് കഴുകി എടുത്തിട്ട് നന്നായിട്ട് ഉരച്ച് കൊടുക്കണം. ഇത് അവിടെ എവിടെയായിട്ട് കറുത്ത പൊട്ട് പോലെ കുറച്ചൊക്കെ ഇരിപ്പുണ്ടകത്ത്. അത് കണ്ടമാനം തുരുമ്പിച്ച് പോയായിരുന്നു ഉപയോഗിക്കാതെ ഇരുന്നിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് അത്രയും ഇതായിട്ട്. തുടയ്ക്കുക, അല്ലെങ്കിൽ ഒന്നുകൂടെ ചൂടാക്കി എടുത്താൽ നല്ലതാണ്. എണ്ണ തടവി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഒട്ടും വെള്ളമയം ഇല്ലാണ്ട് ഇരുന്നോളൂല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.